ഹായ് ഹലോ ഗൈസ്, ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പാർലറിൽ എത്തിയേക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാതെ ഇങ്ങ് പോന്നു. അപ്പോൾ ആദ്യം ത്രെഡ് ചെയ്തായിരുന്നു, അത് കഴിഞ്ഞ് ഫേഷ്യൽ ചെയ്യാനായിട്ട് കിടക്കുവാണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഫ്രൂട്ട് ഫേഷ്യലാണ്. അപ്പോൾ ഇത്തവണ മാംഗോ ഫേഷ്യൽ ചെയ്യാമെന്നാണ് ചേച്ചി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വലിയ സലൂണിൽ പോകാൻ ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സാധാരണ ഒരു സലൂണാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഫുൾ പ്രൊസീജിയർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ തുടച്ച് കളഞ്ഞ് പിന്നെയാണ് സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ 2 വട്ടം സ്ക്രബ് ചെയ്യും. 2 വട്ടം മീൻസ് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീം നല്ലോണം ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റോളം സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത മസാജിങ് ക്രീം എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ആ സ്ക്രബിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ വെച്ചിട്ട് അതൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം സ്ക്രബ് ചെയ്തതിൽ ഓൾമോസ്റ്റ് പോകുന്നുണ്ടാവും. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പോരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂക്കിൻ്റെ അവിടെ, താടിയുടെ അവിടെയൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഈ ടൂൾ വെച്ചിട്ട് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടോണർ യൂസ് ചെയ്ത് നമ്മുടെ മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ മാംഗോ ജെല്ലാട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ മാംഗോ ഫ്രൂട്ട് ഫേഷ്യലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ജെല്ലാണ് അവരിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്ത് എനിക്ക് മസാജ് ചെയ്ത് തരുന്നത്. അത് കുറേ നേരം മസാജ് ചെയ്യും. ഇതിൽ മെയിൻ ഹൈലൈറ്റ് മസാജിങ് ആണ്. അപ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. ഒരു എന്താ പറയുക, ഒരു ബ്രൈറ്റ് ഫീല്, നമുക്ക് ഫേസിന് നല്ല ഒരു തിളക്കം വരുന്നത് പോലെ തോന്നും. അപ്പോൾ ഏറ്റവും എന്തൊക്കെ സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് മസാജ് ചെയ്യൽ തന്നെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് ഇത്രയും നേരം ചെയ്യില്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ പാർലറിൽ പോയി. ഇപ്പോൾ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ട് കുറേ നാളായി. കാരണം 2 മാസം മുന്നേ എങ്ങാണ്ട് ഒരു തവണ ഞാൻ സമയം കിട്ടിയപ്പോൾ ക്ലീനപ്പ് ചെയ്തായിരുന്നത്. അപ്പോൾ ഇത്തവണ എനിക്കെന്തോ ഫേഷ്യൽ ചെയ്യാൻ തോന്നി, അങ്ങനെ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ ജെല്ലിട്ട് എനിക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കഴിയുമ്പോൾ നല്ല മസാജിങ് ക്രീം ഇട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. ഇത് കൂടുതൽ നേരം മസാജിങ് ക്രീം ഇട്ട് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലായിടവും നന്നായിട്ട് മസാജ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പാക്ക് ഇടുന്നത്. ഫ്രൂട്ട് ഫേഷ്യലിന് പറ്റിയ ഒരു പാക്കാണ് ഇടുന്നത്.
അപ്പോൾ അതിട്ട് ഒരു ശരിക്കും ഡ്രൈ ആവുന്ന വരെ ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവരത് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നല്ലൊരു സൺസ്ക്രീൻ മൗത്ത് തേച്ച് തരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പാർലറിൽ പോയപ്പോൾ പെഡിക്യൂറും ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. അത് കാണണമെന്നുള്ളവർ ചാനലിൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ.